ഈ തൃശ്ശൂരിലെ ലഹരി സംഘങ്ങളുടെ ഒരു വിളയാട്ടം നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതും ഒരു ഗുണ്ടയുടെ പിറന്നാളാഘോഷം, തീക്കാറ്റ് സാജൻ എന്ന് പറഞ്ഞ ഗുണ്ടയുടെ സ്റ്റൈലിലൊക്കെ അതെ ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളടക്കമുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. അത് ലഹരി സംഘങ്ങളിലേക്ക് കൂടി ഇതിൽ അതായത് ഈ ഗുണ്ടാ നേതാക്കളുടെ ഒരു നടക്കുന്നതിൽ ലഹരി സംഘങ്ങളുടെ കൂടി വിളയാട്ടമുണ്ട് അവിടെ എന്നുകൂടി സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അടക്കം ഉള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയ ഗുണ്ട തീക്കാറ്റ് സാജനെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം ലഹരി നൽകി ഗുണ്ടാ സംഘത്തിൽ ചേർക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തീക്കാറ്റ് സാജന്റെ ജന്മദിനാഘോഷത്തിനായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം 36-ലധികം അണികളാണ് തൃശൂർ തെക്കേ ഗോപുരനട പരിസരത്തെത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒളിവിലുള്ള ഗുണ്ട തീക്കാറ്റ് സാജൻ ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയത്. തുടർന്ന് പോലീസ് സാജന്റെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന സംഭവത്തിൽ സമയോചിതമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് നമുക്ക് പ്രിവെന്റീവ് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഈ പർട്ടിക്കുലർ കേസിൽ പ്രതിനെ പിടികൂടിയിട്ട് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്തതിന് ശേഷമേ നമുക്ക് മറ്റ് ചെറിയ കുട്ടികളുടെ പങ്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് ഈ അക്കൗണ്ടുകൾ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഇനി വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ അക്കൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടാ സംഘത്തിന് പുറകിൽ ലഹരി സംഘങ്ങൾ കൂടിയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സംഘത്തിൽ നല്ലൊരു ശതമാനം പ്രായപൂർത്തിയാകാത്തവരാണെന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതേസമയം തീക്കാറ്റ് സാജൻ പിടിയിലായാൽ നഗരത്തിലെ ക്രിമിനൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ, തൃശൂർ.